പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് സോംബ ഡാൻസ് വിവാദമാണ്. ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു വിവാദം കൊണ്ടുവരാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അതിലൊന്നാണ് നമ്മളുടെ വയനാട്ടിലെ ദുരിതബാധിതരുടെ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള വിലക്കയറ്റം എന്ന് പറയുന്ന കാര്യം. അതേപോലെ തന്നെ നിലമ്പൂരിലെ അതിദയനീയമായിട്ടുള്ള അവരുടെ പരാജയം. അതേപോലെ തന്നെയുള്ള കാര്യമാണ് ഈ പെൻഷൻ അടക്കമുള്ള കാര്യത്തിൻ്റെ കുടിശ്ശിക വന്നിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ 1000-10,000 പ്രശ്നങ്ങൾ ജനങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ പ്രതിസന്ധിയിൽ ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം മാത്രമാണ് സൂംബ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം എന്നുള്ളതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. സർക്കാർ ഏതൊക്കെ കാലങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടോ ആ കാലങ്ങളിലെല്ലാം സർക്കാരും സഖാക്കളും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള അനാവശ്യമായ ചർച്ചകളെ കൊണ്ടുവന്നിടാറുണ്ട് പല സാഹചര്യത്തിലും. അതിലൊന്നാണ് യൂണിഫോമിറ്റി, അതുപോലെ തന്നെ ആണും പെണ്ണും ഒന്നിച്ചിരിക്കൽ, അങ്ങനത്തേതായിട്ടുള്ള പല അനാവശ്യമായിട്ടുള്ള ചർച്ചകളും ഓരോ കാലഘട്ടത്തിലും സർക്കാരിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. എന്തിനാണ് ഇപ്പോൾ സൂംബെ? സഖാക്കളും സർക്കാരും പറയുന്നത് അത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ളതും അതേപോലെ കുട്ടികളുടെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയതായിട്ടുള്ള പാഠ്യരീതിയാണ് എന്നുള്ളതുമാണ്. സോംബെ ഡാൻസ് മാത്രമാണ് കുട്ടികളുടെ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് മാറ്റാനുള്ള ഒരു പരിഹാരം എന്നുള്ള നിങ്ങളുടെ കണ്ടുപിടുത്തം വളരെ രസകരം എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കോമഡി ആയിട്ടാണ് നമുക്കൊക്കെ കേൾക്കാൻ തോന്നുന്നത്. എന്തായാലും ഇനി കാര്യങ്ങളിലേക്ക് വരാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബാറുകൾക്ക് പുതുതായിട്ട് ലൈസൻസിങ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണിത്. ഈ സാധനത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് ഇത്രമാത്രം കൂട്ടിയിട്ട് ഏത് ബേസിലാണ് നിങ്ങളിതിൻ്റെ അളവ് അല്ലെങ്കിൽ ഉപയോഗം കുറക്കുമെന്നുള്ളത് പറയുന്നത്? എന്താണ് നിങ്ങളിവിടെ നടത്തുന്നത്? ഒരു സൈഡിൽ പൊതുജനങ്ങളോട് നിങ്ങൾ പറയുന്നത് നാട്ടിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞിട്ടുള്ള മദ്യമുണ്ടാക്കിയിട്ട് അതൊരു വ്യവസായമാക്കിയിട്ട് നിലനിർത്തണം, അത് നമ്മുടെ സംസ്കാരമാണ് എന്നുള്ളത് പറയുമ്പോൾ, അതേസമയം മറ്റൊരിടത്ത് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ കൊണ്ട് സൂംബ ഡാൻസും കളിപ്പിച്ചിട്ട് ഈ ലഹരിക്കെതിരെ പോരാടുന്നു എന്ന് പറയുന്നതിൻ്റെ കാപട്യമാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് മതനേതാക്കന്മാരെ കടിച്ചു കയറുന്ന സഖാക്കളായിട്ടുള്ള സൈബർ പോരാളികളെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ ഇത്തരത്തിലുള്ള കടിച്ചു കീറലുകൾക്ക് വിധേയമാക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാൻസുമായിട്ട് ഒരു കാര്യം കൊണ്ടുവന്നിട്ട് പറയുന്ന പോലെ തന്നെ അവർക്കും ഇതിനെതിരായിട്ട് പറയാനുള്ള അവകാശം ഈ കേരളത്തിലില്ലേ? മതനേതാക്കന്മാർ ഇത്തരം ഉപദേശങ്ങൾ കൊടുക്കുന്നത് അത് വിശ്വാസികളോടാണ്. അത് വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇത്രമാത്രം ഹാലിളകുന്നത് എന്തിനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സൂംബ ഡാൻസിൻ്റെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സർക്കാരിൻ്റെ വീഴ്ചയും പോരായ്മയും വികൃതതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ നിന്ന് ആളുകളുടെ ചിന്തയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണ് ഇത് എന്നുള്ളത് അന്നം തിന്നുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ നമ്മൾ ഓരോ കാലത്തും കാണുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തൊട്ടടുത്ത് MLAയുടെ മകനെ കഞ്ചാവുമായിട്ട് പിടിക്കുന്നു. പിടിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് അത് എള്ളുണ്ടയായിട്ട് മാറുന്നു. ആ പിടിച്ചിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ തിണ്ണ കയറി നിരങ്ങിയിട്ട് അയാൾ ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അപ്പോൾ ഈ സോംബ ഡാൻസ് ഇതുപോലത്തെ MLAമാരുടെ മക്കൾക്ക് ഒരു റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സോംബ ഡാൻസിൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ച് മുമ്പ് നിങ്ങളൊക്കെ കണ്ടൊരു കാര്യമാണ്, നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ ഈ MDMA യൂസ് ചെയ്യുന്ന ആളുകളെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് വിജനമായി കിടക്കുന്ന പറമ്പുകളെല്ലാം വട്ടം വളഞ്ഞിട്ട് പരിശോധിക്കുക, അതുപോലെ സ്ക്വാഡ് ഉപയോഗിച്ചിട്ട് ചുറ്റും വട്ടമിട്ടിട്ട് പറന്നിട്ട് പരുന്ത് പിടിക്കുന്ന പോലെ ഓരോന്നിനെ പിടിക്കുക, ഓടിച്ചിട്ട് പിടിക്കുക, എറിഞ്ഞു പിടിക്കുക, കടിച്ചു പിടിക്കുക, ഇങ്ങനെ പല കോലങ്ങളും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തു പറ്റി? MDMA മാർക്കറ്റിൽ തീർന്നോ? അതോ ആളുകൾ MDMAയുടെ ഉപയോഗം നിർത്തിയോ? അപ്പോൾ ഇത്തരം കോപ്രായങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇനി എൻ്റേതായൊരു അഭിപ്രായം കൂടി പറയാം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് PT എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ആ 50 കുട്ടികളിൽ പലവരും പല ആളുകളും പല ഇഷ്ടത്തിനുള്ള ചോയ്സാണ് സെലക്ട് ചെയ്യുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അന്നത്തെ എൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും കുറക്കാനുള്ള വഴി അതാണ്. അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. എൻ്റെ ഇഷ്ടം അതാണെങ്കിൽ, എൻ്റെ സ്ട്രെയിനും സ്ട്രെസ്സും കുറക്കണത് അതാണെങ്കിൽ അതാണ്. അല്ലാതെ കുട്ടികൾ ഈ സോംബ ഡാൻസ് കളിച്ചാൽ മാത്രമേ അവരുടെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും മാറുള്ളൂ എന്ന് പറഞ്ഞ് തലയിൽ വെച്ച് കെട്ടുന്ന, നിങ്ങൾ തന്നെ പലപ്പോഴും പറയുന്നതാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതുപോലത്തെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതൊക്കെ വല്ലാത്ത വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ എഴുത്തും ബോർഡിലൊക്കെ വരുത്തുന്നുണ്ടല്ലോ. അതെന്താ ഈ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് കൊടുക്കാത്തത്? അവരവരുടേതായിട്ടുള്ള ചോയ്സ് അവരെടുക്കട്ടെ. ഡാൻസ് കളിക്കേണ്ടവർ ഡാൻസ് കളിക്കട്ടെ, പാട്ട് പാടേണ്ടവർ പാട്ട് പാടട്ടെ. കളിയിലൂടെ
കൂടെയാണ് ഈ സ്ട്രെസ്സും സ്ട്രെയിനും കുറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാണ് ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു സാധനത്തെ വെച്ചിട്ട് അതൊരു ഭരണത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗമാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായിട്ടും ചർച്ചയായിട്ടും നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്.